താരസംഘടനയായ AMMAയിൽ അമ്മ എന്നൊക്കെ പറയുമെങ്കിൽ AMMAയിൽ അടി വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ശ്വേതാ മേനോൻ രാജിവെച്ചിട്ടില്ല സുഹൃത്തുക്കളെ. ട്വിസ്റ്റാണ്, ക്ലൈമാക്സിയുടെ ട്വിസ്റ്റ് എന്ന് പറയുന്ന പോലെ ഇന്നലെ ശ്വേതാ മേനോൻ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായിട്ട്, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പോസ്റ്റുമായിട്ട് രംഗത്തിറങ്ങി. ഞാൻ രാജിവെച്ചിട്ടില്ല, ഞാൻ എൻ്റെ സത്യസന്ധത നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഇറങ്ങി പോവുകയുള്ളൂ. അപ്പോൾ പിന്നെ ഈ അഡ്ഹോക് കമ്മിറ്റി എവിടെ നിന്ന് വന്നു? അതാണ് കമ്മിറ്റി എന്ത് എന്താണ് ശ്വേതാമേനോൻ ചോദിക്കുന്നത്. കാരണമാണ് ഇവിടെ വന്ന് ഭരിക്കുന്നവരെന്നാണ്. രാജി പ്രഖ്യാപിച്ചതേ ഉള്ളൂ, രേഖാമൂലം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്നാണ് അത് ശ്വേതാമേനോൻ പറഞ്ഞത്. എനിക്ക് അമ്മയുടെ ബൈലോയെക്കുറിച്ച് അറിയില്ല, പക്ഷേ ഒരു പൊതുയോഗത്തിൽ രാജി പ്രഖ്യാപിച്ചതാണെന്നാണ് നമ്മുടെയൊക്കെ സംഘടനകളിലൊക്കെ അല്ലേ. അതായത് 243 പേര് പങ്കെടുത്ത ഒരു പൊതുയോഗത്തിൻ്റെ മധ്യത്തിൽ വെച്ച് ഞാനിതാ രാജി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രാജി തന്നെയല്ലേ? അപ്പോൾ ശ്വേതാ മേനോൻ തിരിച്ച് രംഗത്ത് വന്നിരിക്കുന്നു. തിരിച്ചു വന്ന് ഞാനിനി നിരപരാധിത്വം തെളിയിച്ചിട്ടേ പോകുന്നുള്ളൂ. കാരണം ശ്വേതാ മേനോൻ പ്രസിഡൻറ്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ആ ഭരണസമിതിയിലെ ട്രഷററായിരുന്ന ഉണ്ണി ശിവപാൽ, ഈ ഉണ്ണി ശിവപാലിനെ ചുറ്റിപ്പറ്റിയായിരുന്നല്ലോ ഈ വിവാദം ഉണ്ടായത്. ഉണ്ണി ശിവപാൽ ഒരു ലേഡിയോട് മോശമായിട്ട് പെരുമാറിയെന്നും കണക്കുകളിൽ കൃത്രിമത്വം കാണിച്ചെന്നും അതിനിടയ്ക്കൂടെ വേറെ അൻസിബയും ടിനി ടോമും തമ്മിലുള്ള ഒരു വിഷയം വേറൊരു വഴിക്ക് വേറെ വശത്ത്. അപ്പോൾ അൻസിബയെ ആരൊക്കെയോ ചാക്കിലാക്കി കൊണ്ടുപോയി കോടതിയിലൊരു കേസ് കൊടുപ്പിച്ച് പോലീസിൽ കൊടുത്തു. പോലീസ് തെളിവില്ല എന്ന് പറഞ്ഞ് തള്ളി കോടതിയിൽ CMB ഇട്ടു. ആ CMB പ്രകാരം ഇതായിട്ടുണ്ട്, കേസെടുപ്പിച്ചു. എനിക്കിത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഈ സംഘടനയിൽപ്പെട്ട വലിയൊരു ശതമാനം ഭാരവാഹികളായിരിക്കുന്നവർക്ക് പോലും സംഘടനാ രീതി എന്താണെന്നുള്ള അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഏത് സംഘടനയും നമ്മൾ നടത്തുമ്പോൾ നമ്മളതിൻ്റെ ഭാരവാഹികളായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മളെ അധികാരം, നമ്മളെ കടമകൾ, അല്ലെങ്കിൽ എന്തൊക്കെ അതിന് ഔപചാരികതകളുണ്ട് എന്നുള്ള കാര്യം അവർക്ക് പലർക്കും അറിയില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അല്ല, ഇതിനകത്ത് അത്യാവശ്യമായിട്ട് ഈ അമ്മയ്ക്കകത്ത് വരേണ്ട ഒരു മെമ്പർഷിപ്പ് സ്ക്രൂട്ടണിയാണ്. അതായത് ഒരിക്കൽ അംഗത്വം കിട്ടിയാൽ അവർ അമ്മയിൽ ആജീവനാന്ത അംഗമാണ്. 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് വേണം അംഗത്വം എടുക്കാൻ. ഇത് കൊടുക്കാൻ തന്നെ വേണം. അപ്പോൾ ഇതിനകത്തെ രസം, ഒരു സിനിമയിൽ അഭിനയിച്ചവനും അംഗമാണ്, സിനിമയിൽ അഭിനയിക്കാത്തവരും ഇതിനകത്ത് അംഗമാണ്. ഈ സിനിമ നടന്മാരിൽ എത്ര പേർക്ക് സിനിമയുണ്ട്? ഈ ഇപ്പോഴത്തെ ഭാരവാഹികളായിരുന്നവർ കുക്കു പരമേശ്വരനും അതല്ലെങ്കിൽ ഈ ഉണ്ണി ശിവപാലും എത്ര വർഷം മുമ്പാണ് മലയാള സിനിമയിൽ അഭിനയിച്ചതെന്നുള്ളതെന്ന് അന്വേഷിക്കണം. എനിക്കത് ഉണ്ണി ശിവപാൽ വേണ്ടാണ്ട് പ്രിയദർശൻ്റെ എങ്ങാണ്ടൊരു പടത്തിൽ ജയരാജന്റെ പടത്തില ഏതോ ഒരു പടത്തിൽ അഭിനയിച്ച പതിറ്റാണ്ടുകൾക്ക് ഉണ്ണി ശിവപാലിനെ ഒന്നും നാട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. കുക്കു പരമേശ്വരനെ പലർക്കും അറിയില്ല. കുക്കു പരമേശ്വരനെ നമ്മുടെ തലമുറയ്ക്ക് അറിയാം. അതിനുശേഷം കുക്കു പരമേശ്വരന്റെ പ്രധാന പരിപാടി എന്താണ്? അവർ ഡബ്ബിംഗ് ആയിരുന്നു. അവർ മിക്ക സിനിമയിലും അവർ ഡബ്ബിംഗ് ആണ്. മിക്ക കഥാപാത്രങ്ങൾക്ക് അവർ ഡബ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അവരെനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച നല്ല ദിവസം കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും സിനിമയെ കണ്ടുണ്ടോ? അതിലും അങ്ങനെ 1-2 സിനിമയുടെ അറ്റത്ത് നിൽക്കുന്നുള്ളതല്ലാതെ അവരെ ആരും കണ്ടില്ല. അൻസിബയ്ക്കാകെ ദൃശ്യം ഇറങ്ങിയാൽ മാത്രമേ പടം. ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനും പേഴ്സണും കൂടി ആയിരുന്നു. അതെ, അൻസിബ ആകെ 4 വർഷം അല്ലെ 5 വർഷം കൂടുമ്പോൾ ഓരോ ദൃശ്യം ഇറങ്ങും, അതിനകത്ത് മാത്രമുള്ള അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ ഉണ്ണി ശിവപാലിനെ ഒന്നും നാട്ടുകാർക്ക് അറിയത്തേ ഇല്ല. കാരണം ഉണ്ണി ശിവപാലൊക്കെ പടത്തിൽ അഭിനയിച്ച് 10-20 വർഷം എങ്കിലും ആയി. മുമ്പൊരിക്കൽ ഈ സിനിമ പ്രൊഡ്യൂസർമാരുടെ സംഘടനയിൽ ഇതുവരെ വിഷയം വന്നിരുന്നു. അന്ന് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഒരാൾ വിളിച്ചു ചോദിച്ചു, ഈ ഇരിക്കുന്ന ഈ നിർമ്മാതാക്കളുടെ ആണെന്ന് തോന്നുന്നു, അതിൻ്റെ ഭാരവാഹികൾ നിങ്ങൾ സിനിമ എടുത്തിട്ട് എത്ര വർഷമായിരുന്നു? അതെ. അപ്പോൾ ഇന്ന് നടന്ന സിനിമയെക്കുറിച്ച് അവർക്ക് അറിയില്ല. ഈ ഒരു ജാമ്പാൻ്റെ കാലത്ത് സിനിമ എടുത്തിരുന്ന ആളാണ്. ഇന്ന് സിനിമയിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാൻ പാടില്ലാത്ത കുറേ പേരാണ് ഇരിപ്പുണ്ട്. ഇപ്പോഴല്ല, ഒരുപാട് വർഷം മുമ്പാണ്. ഇപ്പോഴത്തെ ഭാരവാഹികൾ പുതിയ തലമുറപ്പെട്ടവർ തന്നെയാണ്. പണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് 2 ഭരണസമിതിയുണ്ട്. ഒരു അഡ്ഹോക്ക് ഭരണസമിതിയുണ്ട്, ശ്വേതാ മേനോന്റെ ഞാനാണ് ഇവിടെ അധികാരി. ശ്വേതാ മേനോന്റെ ആ കുറിപ്പ് വളരെ വൈകാരികമാണ്. അതുകൊണ്ട് തന്നെ പലയിടത്തും ഇംഗ്ലീഷും പലയിടത്തും മലയാളവുമാണ്. അതെ, ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ശ്വേതാ മേനോൻ അങ്ങനെയുള്ള ഒരു ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, ഇവിടുത്തെ ജനങ്ങൾക്ക് സിനിമ കാണാൻ പോലും താല്പര്യമില്ല. അതാണ് ഒരു ആദ്യം മനസ്സിലാക്കേണ്ടത്. സിനിമ കാണാൻ പോകാൻ പോലും താല്പര്യമില്ലാത്ത ഒരു ജനതയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. പണ്ട് നമ്മളെല്ലാവരും സിനിമ കാണാൻ പോകുമായിരുന്നു. ഇന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരുടെ എണ്ണം പോലും കുറഞ്ഞു.
സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ പല സിനിമകളും കൊട്ടിക്കൊഴിച്ചുകൊണ്ടെന്ന് വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ വരെ 7 നിലയിൽ പൊട്ടുന്നുണ്ട്, 8 നിലയിൽ പൊട്ടുന്നുണ്ട്. അല്ലെന്ന് ഇതൊന്നും ആരും അന്വേഷിക്കുന്നവരില്ല. ഒന്നാമത്തെ കാര്യം OTTയുടെ കടന്നുവരവോടെ ഇപ്പം നമ്മൾ ഒരുമാതിരിപ്പെട്ട സിനിമകളൊന്നും നമ്മൾ കാണാൻ പോകാറില്ല. കാരണം 20-28 ദിവസം കഴിയുമ്പോൾ ഇത് OTTയിൽ വരും. അത് ഏത് ഭാഷയിൽ ഇറങ്ങുന്നത്, ഇപ്പോൾ കൊറിയൻ ഭാഷയിൽ ഇറങ്ങുന്നത് വരെ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ അതിന് ചിലപ്പോൾ മൊഴിമാറ്റം ഇല്ലാത്ത. തമിഴ് വരെ ഇത് മൊഴി മാറിയാണ് ഈ സാധനം നമ്മൾ OTT വരുന്നത്. നമ്മൾ OTT പിന്നെ ഈ ഇന്ത്യയിൽ ഇറങ്ങുന്ന മുഴുവൻ സിനിമയ്ക്കും മലയാള പരിഭാഷ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മലയാളത്തിലിട്ട് കണ്ടാൽ മതി, ഏത് ഓഡിയോ വേണമെന്ന് സെലക്ട് ചെയ്ത് അതിനകത്തിട്ട് കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം മലയാളം സിനിമ കാണണമെന്നില്ല. പറഞ്ഞാൽ മനസ്സിലായി. നമ്മളെ എടുത്തു വെച്ചിട്ട് നോക്കുമ്പം ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ ഏതാണേലും നമ്മൾ ഇടയ്ക്ക് സിനിമയെക്കുറിച്ച് നല്ല ധാരണകൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതുമല്ല, ഇറാനിയൻ സിനിമയും കൊറിയൻ സിനിമയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ കാണണ്ട പല സിനിമകൾ. കാരണം ഒറിജിനൽ സാധനമാണ് ഈ വന്നിട്ടുള്ളത്. ഡ്യൂപ്ലിക്കേറ്റ് എൻ്റെ കഥ അടിച്ചു മാറ്റിയ സിനിമ. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയാമോ? അത് കഥ അടിച്ചു മാറ്റലിൻ്റെ ഉസ്താദുമാരായിരുന്നു നമ്മുടെ പ്രിയദർശനൊക്കെ. അതെ, ഇപ്പോൾ ഈ ബോയിങ് പോലെയുള്ള സിനിമകളൊക്കെ ഓരോന്നിടത്തുനിന്ന് അതിൻ്റെ ഒരു തീം എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയദർശൻ്റെ ഒരു പടം നെറ്റ്ഫ്ലിക്സിൽ കണ്ടു, ഭൂത് ബംഗ്ലാവ്. മലയാളത്തിലെ എല്ലാ സിനിമയിലെയും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട കോമഡി സീൻ എല്ലാം കൂടെ തുന്നി വെച്ചിരിക്കുകയാണ്. അത് അദ്ദേഹം സമ്മതിക്കാറുണ്ടല്ലോ, അത് തന്നെ മഹത്വം. അതെ, പ്രിയദർശൻ പറയാറുണ്ട്, ഞാൻ അദ്ദേഹം സമ്മതിക്കാറുണ്ട്. അതായത് പ്രിയദർശൻ്റെ തന്നെ സിനിമകളുണ്ടല്ലോ. പ്രിയദർശൻ്റെ ആദ്യകാല സിനിമകൾ എന്ന് പറയുന്നത് എല്ലാം കൂട്ടപ്പൊരിച്ചിലും അവസാനം വന്നൊരു ക്ലൈമാക്സും കൂട്ടയടി ഐസ്ക്രീം പെറുക്കി കയറും, സ്ലാപ്സ്റ്റിക് കോമഡി. പക്ഷെ അത് ഭയങ്കരമായിട്ട് അത് ഏറ്റവും അത് അന്ന് അത്ര കലാകാരന്മാരാണ് ജഗതി, പപ്പു, അവരെ കൊണ്ട് പറ്റുമായിരുന്നു. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭൂത് ബംഗ്ലാവിൽ തന്നെ നമ്മുടെ ഒപ്പം സിനിമയിലെ ആരാണ് ആദ്യം കണ്ടതെന്നുള്ള സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ സിനിമ കാണാൻ ആളില്ലാതെ വന്നിരിക്കുന്നത് OTTയുടെ സ്വാധീനം അത്രയുണ്ട്. കാരണം നല്ല ലോകോത്തര സീരീസുകളാണ് ഈ പറയുന്ന ജിയോയിലും. ഏറ്റവും കൂടുതൽ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രൈബ് ചെയ്താൽ എന്തും വേണ്ടി നല്ല സീരീസുകൾ കാണാൻ പറ്റുമെന്നറിയും. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചുള്ള ആൾക്കാർക്ക് ഇതൊരു വലിയ ഈ സിനിമയിലെ അടി കാണാനോ അതിനൊന്നും നേരമില്ല. ഇതിനിടയ്ക്ക് പിന്നെ ഈ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ പോലും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന ഈ OTT വന്നപ്പോഴാണ്. അതെ, ദൃശ്യം 3 സിനിമയ്ക്കകത്ത് ഒരുപാട് ഫ്ലോപ്പ് ഉണ്ടെന്ന് പല പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. അന്ന് കണ്ടപ്പോൾ അവരാരും ചിന്തിച്ചില്ല. കാരണം ഇത് തിയേറ്ററിൽ പോയി കാണാതെ OTT കണ്ടിട്ട് റിവ്യൂ എഴുതുന്ന ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. അവർ വന്ന് ട്രോൾ ചെയ്യുമ്പോഴാണ് ഇത് ഇങ്ങനെ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സിനിമ കാണാൻ ആളില്ലാത്ത ഒരു മേഖലയായിട്ട് മലയാള സിനിമ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓടുന്നത് ആരുടെ സിനിമകളാണ്? മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമകളാണ് ഇപ്പോഴും അത്യാവശ്യമെങ്കിലും കളക്ട് ചെയ്യുന്നത്. പിന്നെ പുതുമുഖങ്ങൾ ഇപ്പോൾ വാഴ, ആട് ഇതൊക്കെ കളക്ട് ചെയ്തു. അത് നമ്മൾ കണ്ടില്ലെന്നടിക്കുക. അതൊക്കെ ഒരു വെക്കേഷൻ കാലത്തുമാണ്. പിന്നെ ഇതിനകത്തൊന്നും ഒരു ലോജിക്കും ഇല്ല. ഈ സിനിമകളിനകത്തൊന്നും യാതൊരു കലാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ഇവിടെ ഈ അമ്മ എന്ന സംഘടന നിലനിൽക്കേണ്ട ആവശ്യകത ഇവർക്കല്ല, കുറെ പാവപ്പെട്ട പഴയ കലാകാരന്മാരാണ്. അതെ, അവർക്ക് മാസം കൊടുക്കുന്ന അവർ പെൻഷൻ ഉണ്ടല്ലോ, അത് വലിയ മഹത്തായ കാര്യമാണ്. മലയാളത്തിലെ കേരളത്തിലൊരു സംഘടന ഇത്രയും രൂപ വെച്ച് ഈ മനുഷ്യർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം. ഇത് കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട് മരുന്ന് വാങ്ങാൻ എന്തെങ്കിലും കാര്യത്തിനൊക്കെ. പക്ഷേ ഈ സംഘടന നശിച്ചു പോയാൽ അവരാരും ഘട്ടത്തില്ല. ഈ ശ്വേത പറയുന്നുണ്ടോ, ഇത്രയും ദിവസം ഞാൻ മൗനം പാലിച്ചത് അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് ശ്വേത പറയുന്നത്. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഇനി ഞാൻ പടിയിറങ്ങില്ല. അവർ പറയാണ് ഞാൻ ജനങ്ങളെ വഞ്ചിച്ചു. ജനങ്ങളെ എങ്ങനെ വഞ്ചിക്കുന്നത്? സിനിമാ താരങ്ങൾ തമ്മിൽ അടിക്കുന്നതിന് ജനങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? അമ്മയെ അനാഥമാക്കിയെന്ന്. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അമ്മയെ അനാഥമാക്കിയിട്ടില്ല. 21/6/2026 നടന്ന ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഞങ്ങളുടെ കമ്മിറ്റി രാജിവെക്കണമെന്ന് പ്രീ പ്ലാൻഡ് അജണ്ടയുമായിട്ട് ചിലർ വന്നു. അതായത് 10-15 മെമ്പേഴ്സ്, അല്ലാതെ കൂടുതൽ ആളൊന്നുമില്ല. അതായത് ഇയാളാണ് ആര്? ബാബുരാജ് വന്ന് ബാബുരാജൊക്കെ എങ്ങനെ നോക്കിയിട്ടും ശ്വേതാ മേനോൻ അടുക്കുന്നില്ല. അവരെ രാജിവെക്കുന്ന ഒരു ലക്ഷണമില്ല. ഒടിയ അവസാനം ഇയാൾ തന്നെ വേദിയിൽ കടന്നു കയറി മൈക്ക് പിടിച്ചു വാങ്ങി ഇവർക്കെതിരെ സാമ്പത്തിക അഴിമതി ആരോപണം ഉന്നയിച്ചു. അതോടുകൂടിയാണ് ഇതാണ് BJP സ്ഥാനാർത്ഥികളാക്കാൻ വേണ്ടി ഇവർക്ക് 2 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി ഇവർക്ക് കലിപ്പായി. അങ്ങനെ എന്ത് ചെയ്തു അവർ? ഞാൻ രാജി പ്രഖ്യാപിക്കും. അപ്പം ഇവർ പറയുന്നത് അഡ്ഹോക് കമ്മിറ്റി ഒന്നും ഇല്ല, അതില്ലാത്ത കമ്മിറ്റി. അതെങ്ങനെയാണ് നിലവിൽ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഇതിൻ്റെ ബൈലോയിൽ ഇല്ല. ഒരാൾ രാജിവെച്ചിട്ട് പോകുമ്പോൾ അഡ്ഹോക് കമ്മിറ്റി അല്ലാതെ ഈ നാട്ടുകാരെ എന്നാണ് പറയുന്നത്. അതാണ് ശ്വേതയുടെ അജ്ഞത എന്ന് പറയുന്നത്. ഒരു ഭരണസമിതി രാജി പ്രഖ്യാപിച്ചാൽ ഒരു അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരും. മുഖ്യമന്ത്രി മന്ത്രിസഭ രാജിവെച്ചാൽ തൽക്കാലം പുതിയ സംവിധാനം ഉണ്ടാകുന്ന തുടരാൻ പറയും. കാവൽ മന്ത്രിസഭ പറ്റാത്തതുകൊണ്ടാണത്. അപ്പോൾ അതിനകത്ത് ഈ ശ്വേതയെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു നിയമയുദ്ധമായിട്ട് മാറും. ഇവർ അഡ്ഹോക് കമ്മിറ്റി ഒരു സൈഡിലും ഈ പറയുന്ന ശ്വേതയും നിലവിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഭരണസമിതിയും എല്ലാം കൂടെ വേറൊരു സൈഡിലായിട്ടൊരു നിയമം.
ഇനി ഇവർ തമ്മിൽ കസേരകളിയാവും. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും തമ്മിലടിയായിരുന്നു എല്ലാവരും. അവിടെ 2-3 വിഭാഗങ്ങളിൽ തിരിഞ്ഞാണ് ഇവർ അടിപിടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ തമ്മിൽ കിടന്ന് തമ്മിലടിക്കുന്നതോടെ ഈ സംഘടനയും പിളരും മിക്കവാറും ആണ്. മുതിർന്ന നേതാക്കൾ അടക്കം മൗനം പാലിക്കുകയാണ്. ഇത് എങ്ങോട്ട് പോകുന്നു എന്നാണ് അവർ നോക്കിയിരിക്കുന്നത്, എവിടെ വരെ പോകുന്നതായിരിക്കും അവർ. നിശബ്ദരാണ്, അവരൊന്നും പറയുന്നത് അല്ല, നിശബ്ദരാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മലയാള സിനിമയിലെ ഈ തമ്മിലടി, ഈ പണിയൊന്നും ഇല്ലാത്ത കുറച്ച് താരങ്ങൾ അമ്മയുടെ പേര് പറഞ്ഞ് ഞങ്ങൾ സിനിമാ താരങ്ങളാണെന്നും പറഞ്ഞ് ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇത്. നമ്മളിതുപോലെ ചർച്ച ചെയ്യുന്ന പോലും ആൾക്കാർ വന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഈ വിഷയം എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതുതന്നെയാണ്. പക്ഷേ അതൊന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരു ചെന്നൈയിൽ ചലച്ചിത്ര പരിഷത്ത് എന്ന് പണ്ടൊരു സംഘടന ഉണ്ടായിരുന്നു, പ്രൈം മിനിസ്റ്ററും മറക്കവാരമായി കരുതിട്ടുള്ളത്. അതിപ്പോൾ ഉണ്ടോ എന്നറിയില്ല. മലയാള സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഉണ്ടോ, ആ സംഘടന ഉണ്ടോ എന്ന് അറിഞ്ഞില്ല. പക്ഷേ ആ സംഘടനയ്ക്ക് ഈ പറഞ്ഞതുപോലെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും താരങ്ങളുടെ തമ്മിലടി അവിടെ നടക്കട്ടെ. മലയാള സിനിമ കാണണോ വേണ്ടയോ എന്ന് പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ തീരുമാനിക്കും.